നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും പ്രസക്തമായ ഒരു പേരാണ് ശ്രീ പി സി ജോർജിൻ്റേത്. അദ്ദേഹം ഇപ്പോൾ BJP-യിലാണ്, NDA മുന്നണിയിലാണ്. എന്തുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു? ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. പത്തനംതിട്ട സീറ്റ് തനിക്ക് ലഭിക്കുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നയാളാണ് പി സി ജോർജ്. പക്ഷേ പാർട്ടി തീരുമാനം വന്നപ്പോൾ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് വന്ന AK ആന്റണിയുടെ മകൻ ശ്രീ അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയായി മാറിയത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് പി സി ജോർജിന്റെ മറുപടി ഇതായിരുന്നു: അതിനെപ്പറ്റി എനിക്കറിയില്ല, ഞാൻ പാർട്ടിയോട് സീറ്റ് ചോദിച്ചിട്ടില്ല. ഞാൻ സീറ്റ് ചോദിച്ചാലല്ലേ പാർട്ടി എനിക്ക് സീറ്റ് തരികയുള്ളൂ. പത്തനംതിട്ടയിൽ പൊതുവെ ഒരു അഭിപ്രായ സർവേ നടത്തിയപ്പോൾ പി സി ജോർജ് എന്താണ് 3 പ്രാവശ്യവും പ്രവർത്തകരും മറ്റുള്ളവരും പറഞ്ഞതെന്നാണ് പി സി പറയുന്നത്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് പി സി ജോർജിന്റെ BJP പ്രവേശനത്തെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെയല്ലേ എന്നാണ് ഉപമിച്ചത്. പി സി അപ്പോൾ തിരിച്ചു ചോദിച്ചത് തോമസ് ഐസക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായത് എന്നാണ്. 10ാം ക്ലാസ് പഠനശേഷം പ്രീ ഡിഗ്രിക്ക് ചേരാനായി മഹാരാജാസ് കോളേജിൽ എത്തിയതും അവിടെ SC/ST വിദ്യാർത്ഥികൾക്ക് താമസിക്കാനായിട്ടുള്ള മെട്രോപൊളിറ്റൻ ഹോസ്റ്റലിൽ ഒരു സഹപാഠിയുടെ മുറിയിൽ കഴിഞ്ഞതും അവിടെ നിന്ന് MA പാസ്സായതുമൊക്കെ പഴങ്കഥ. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 1.5 ലക്ഷമായിരുന്നു പൊതുകടമെങ്കിൽ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ അത് 4.5 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ടാണ് തോമസ് ഐസക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത്രയൊക്കെ കഴിവുള്ള ഒരു വ്യക്തിത്വത്തെ എങ്ങനെ പത്തനംതിട്ടക്കാർ ജയിപ്പിക്കും എന്നുകൂടി വളരെ സരസമായി പി സി ചോദിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തോമസ് ഐസക് ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വണ്ടി കയറിയത്. എന്നാൽ പി സി പറയുന്നു പത്തനംതിട്ട ഓർത്തഡോക്സ്, മലങ്കര എന്നീ വിഭാഗങ്ങളുടെയും CSI പോലുള്ള ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെയും കേന്ദ്രമാണ്. ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ഒരൊറ്റ ആള് പോലും ഈ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഇല്ല എന്നാണ്. പിന്നെ എങ്ങനെ തോമസ് ഐസക്കിന് വിജയിക്കാനാവും? പിണറായി തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ നിർത്തിയതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്നു കൂടി പി സി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കാരണം തോമസ് ഐസക് ഇവിടെ നിന്ന് പരാജയപ്പെട്ടാൽ മാത്രമേ പാർട്ടിയിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത തവണ മരുമോനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തോമസ് ഐസക് അതിനൊരു ഭീഷണിയായി മാറുമെന്നു കൂടി പി സി ഓർമ്മിപ്പിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് പി സിയുടെ കാല് പിടിച്ച തോമസ് ഐസക്കിന്റെ ദയനീയ മുഖഭാവത്തെക്കുറിച്ചും പി സി പരാമർശിക്കുകയുണ്ടായി. എൻ്റെ പൊന്നു പി സി, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്ന്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പി സിയോട് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് പാർട്ടിയാണ്. തനിക്കറിയില്ല എന്തുകൊണ്ടാണ് അനിൽ ആന്റണി ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നതെന്നും ഇപ്പോൾ ലക്ഷ്യം BJP-യുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് അനിൽ ആന്റണി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രചരണത്തിന് ഇറങ്ങും എന്നുമാണ് പി സി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.